കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈത്തണിൽ പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കൈൻഡ് ഓഫ് കാറ്റഗറിയാണ് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓരോ കമാൻഡ്സ് നമ്മൾ കണ്ടിരുന്നു. നമ്മളത് സീക്വൻഷ്യലായിട്ട് ഒന്നിന് ശേഷം ഒന്നായിട്ട് റൺ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. പക്ഷേ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അൽഗോരിതംസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പം നമുക്ക് ചിലപ്പം ഒരു പർട്ടിക്കുലർ കാര്യം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇപ്പോൾ ഒരാളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് വന്നു കഴിയുമ്പം നമ്മൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു, അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇറ്റ് ഈസ് റോങ്, പ്ലീസ് ടൈപ്പ് ദ കറക്റ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് വീണ്ടും വരാറുണ്ട്. അങ്ങനെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ വേണമെങ്കിലും, അതായത് നമ്മൾ കറക്റ്റ് പാസ്വേഡ് കൊടുക്കുന്നവരെയും ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പം യൂഷ്വലി പാസ്വേഡിൻ്റെ കാര്യത്തിൽ അതിലൊരു സർട്ടൻ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ലോക്ക് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എനിവേ ദ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത ഒരു കാര്യം, ഇപ്പോൾ എനിക്കൊരു പ്രിൻറ്റ് ഹലോ വേണമെന്നുണ്ടെങ്കിൽ ഒരു തവണ മതി എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ സിമ്പിളായിട്ട് ഒരു തവണ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. 2 തവണ വേണമെങ്കിൽ 2 തവണ താഴെ പ്രിൻറ്റ് ഹലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. 3 തവണ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. സോ ലൈനിൻ്റെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കും. പക്ഷേ സപ്പോസ് എനിക്കിത് ഒരു തവണ മാത്രം, അതായത് ലൈനിൻ്റെ എണ്ണം കൂടാതെ ഇതിനെ റിപ്പീറ്റ് ചെയ്ത് പ്രിൻറ്റ് വരണം. അതിങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൂപ്പ് എന്നും അതിനെ പറയും. മെയിനായിട്ടും പൈത്തണിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ലൂപ്സ് ആണുള്ളത്, ഫോർ ലൂപ്സും വൈൽ ലൂപ്പും. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ളത് ഫോർ ലൂപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഫോർ ലൂപ്പ് പൊതുവേ നമ്മൾ ചെയ്യുന്നത് പൊതുവേ സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ പെടുന്ന വേരിയബിൾസിലാണ്. അതായത് സീക്വൻസ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലിസ്റ്റ്, ടപ്പിള്, റേഞ്ച്, ദെൻ സ്ട്രിങ്ങും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പം എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ പഠിച്ചിരുന്നു. അതായത് നമുക്ക് ഒരു സീക്വൻസിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പറേറ്റർ കണ്ടിരുന്നു. അപ്പം ഇവിടെ 1 in 1 2 3 നോക്കിക്കഴിഞ്ഞാൽ ട്രൂ കിട്ടും, ബട്ട് 4 in 1 2 3 നോക്കിക്കഴിഞ്ഞാൽ ഫോൾസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. സോ ആദ്യമായിട്ട് ഒരു ന്യൂമറിക് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ അത് പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ ഞാൻ എഴുതി കാണിക്കാം. ഇപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഫോർ സം വേരിയബിൾ നെയിം, അത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റ്, ഇപ്പോൾ എനിക്ക് 1 2 3 ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഈ ലിസ്റ്റിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുവാണ്. ദെൻ എഗെയിൻ നമ്മൾ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ കണ്ടുപോലെ തന്നെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കണ്ടുപോലെ തന്നെ നമ്മൾ 4 സ്പേസസ് അല്ലെങ്കിൽ ഒരു ടാബ് ഇൻറ്റൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങൾ എഴുതണം. ഓക്കെ, സോ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ ചിലപ്പം 4 സ്പേസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല, കാരണം ഇത് ഗൂഗിൾ കോലാബ് എൻവയോൺമെൻറ്റിലാണ്. സോ ആസ് എ സേഫ് സൈഡ് നമുക്ക് എപ്പോഴും 4 സ്പേസ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ സ്പേസിങ് കൊടുക്കാം, ബട്ട് വേറെ സ്പേസിങ് കൊടുക്കാം, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ അകത്തുള്ള എല്ലാ വാല്യൂസും എനിക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. സോ ഈ ലൂപ്പിൽ നടക്കുന്നത് എന്താണ്? സോ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ ആദ്യം ഈ ലിസ്റ്റിൻ്റെ അകത്ത് 1 ആയിരിക്കും കോപ്പി ആവുക. ആദ്യത്തെ ഐട്രേഷൻ ഇതിൻ്റെ അകത്ത് പോവും, ഈ പറയുന്ന കമാൻഡ് എക്സിക്യൂട്ട് ആവും, അതായത് പ്രിൻറ്റ് കമാൻഡാണ്. ദെൻ അടുത്ത ഐട്രേഷനിൽ എക്സിൻ്റെ അകത്ത് 2 ആയിരിക്കും കോപ്പി ആവുക, തിരിച്ച് ഇതിലോട്ട് കോപ്പി ആവും, അത് പ്രിൻ്റ് ആവും. 3 കോപ്പി ആവും, അത് പ്രിൻ്റ് ആവും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഐട്രേറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഞാനിവിടെ എക്സ് ഇൻറ്റു 2 എന്നാണ് കൊടുത്തതെങ്കിലോ എനിക്ക് എന്തായിരിക്കും 1 2 3ക്ക് പകരം എനിക്ക് എന്തായിരിക്കും കിട്ടുക? എക്സിൻ്റെ അകത്ത് അഗെയിൻ 1 2 3 എന്ന് പറഞ്ഞ് മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സ് ഇൻറ്റു 2 ആയതുകൊണ്ട് 2 4 6 എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഞാനിവിടെ എക്സിന് പകരം വേറെ എന്ത് പേര് വേണമെങ്കിലും എനിക്ക് കൊടുക്കാം, ലൈക്ക് നം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെയും അതേ പേര് തന്നെ ഈ പറയുന്ന വാല്യൂസ് ഇതിൻ്റെ അകത്തോട്ട് കോപ്പി ചെയ്ത് വരുമ്പം അതിവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നം എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇനി ഇവിടെ എനിക്ക് ഒരു തവണ മാത്രമല്ല പല കമാൻഡ്സ് ഇതിൻ്റെ അകത്ത് ഇൻറ്റൻറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആദ്യം സിംപ്ലി നം പ്രിൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നം ഇൻറ്റു 2 പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ആദ്യം 1, അതിൻ്റെ താഴെ 2, ദെൻ 2, അതിൻ്റെ താഴെ 4, ദെൻ 3, അതിൻ്റെ താഴെ 6. ഇങ്ങനെയായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്.
സോ സിമ്പിളായിട്ട് ഫോർ ലൂപ്പിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഐട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇനി ലിസ്റ്റല്ല, നമുക്കിത് ടപ്പിളാണെങ്കിലും ഇതേ സെയിം ഓപ്പറേഷൻ സംഭവിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ ഒരു എന്താ പറയുക, ഒരു സീക്വൻസ് ഡാറ്റ ടൈപ്പിൽ പെടുന്ന ഒരു ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു വേരിയബിളാണ്. ഇനി ഈ വേരിയബിൾ ഞാനിവിടെ ഡയറക്റ്റ് ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ ഇവിടെ കൊടുക്കുകയാണ് ചെയ്തത്. സോ എനിക്ക് വേണമെങ്കിൽ അതിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ട് ആ വേരിയബിൾ നെയിമായിട്ടും ഇവിടെ മെൻഷൻ ചെയ്യാം. 1 2 3 എന്ന് ഞാൻ കൊടുത്തിട്ട് ഇവിടെ ലിസ്റ്റ് 1 2 3 എന്ന് കൊടുക്കുന്നതിന് പകരം എനിക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടും എനിക്ക് സെയിം ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് ഞാൻ ലിസ്റ്റിലും ടപ്പിലും മാത്രമല്ല, വി ക്യാൻ ഓൾസോ ട്രൈ ദിസ് ഇൻ, അതായത് സ്ട്രിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വെൽക്കം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പേരുകൾ കൊടുക്കാം. 4 ക്യാരക്ടർ ഇൻ മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും വരിക? ക്യാരക്ടറിൻ്റെ അകത്ത് ഓരോ ഐട്രേഷനിലും ഓരോരോ ക്യാരക്ടറായിട്ടായിരിക്കും വരിക. ഈ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ അകത്ത് വെൽക്കം ആണുള്ളത്. സോ ക്യാരക്ടറിൻ്റെ ആദ്യത്തെ വാല്യൂ W, ദെൻ നെക്സ്റ്റ് വാല്യൂ E, നെക്സ്റ്റ് വാല്യൂ L, അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോകുന്നത്. സോ നമുക്ക് വെൽക്കം എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് താഴെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. സോ ഈ രീതിയിലായിരിക്കും പൊതുവെ ഫോർ ലൂപ്പിൻ്റെ യൂസേജ് വരുന്നത്. ഓക്കെ, ഇനി സീക്വൻസ് ടൈപ്പ് കൂടാതെ നമുക്ക് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ കാണിച്ചിരുന്നു. റേഞ്ച് ഓഫ് 10 എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് 0 to 10 എന്ന് പറയുന്ന 0 to 9 എന്ന് പറയുന്ന ഒരു റേഞ്ച് ഒബ്ജക്റ്റാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. സോ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുക? എക്സിൻ്റെ അകത്ത് ആദ്യം 0 ആയിരിക്കും, ദെൻ 1 ആയിരിക്കും, ദെൻ 2 ആയിരിക്കും, അങ്ങനെ 9 വരെ പോകും. സോ വി വിൽ ഗെറ്റ് 0 to 9 ഡിജിറ്റ്സ് പ്രിൻറ്റഡ്. സോ സപ്പോസ് ഞാനിവിടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0 കൊടുക്കുന്നു, എൻഡ് 10 കൊടുക്കുന്നു, അതായത് 9 വരെ പോകും. ബട്ട് സ്കിപ്പ് വാല്യൂ 2 ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 0 2 4 6 8 എന്ന് പറഞ്ഞ് വരും. 10 വരില്ല, കാരണം 8 കഴിഞ്ഞാൽ പിന്നെ 10 ആണ് വരേണ്ടത്. ബട്ട് 10 വരെ പോകാൻ പാടില്ല, 9 വരെ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് അത് പ്രിൻറ്റിൽ വരില്ല. സോ റേഞ്ച് വെച്ചിട്ടും സ്ട്രിങ് വെച്ചിട്ടും ലിസ്റ്റ് വെച്ചിട്ടും ടപ്പിൾ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ എല്ലാം വേരിയേഷൻസാണ് നമ്മളിത് കണ്ടത്. സോ ഇൻസൈഡ് ഈ ഇൻഡൻറ്റേഷൻ മറക്കരുത്. അതുപോലെ ഫോർ ലൂപ്പിൽ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐട്രബിളും പറഞ്ഞതിന് ശേഷം ഇവിടെയുള്ള കോളൻ സിമ്പിളും മറക്കരുത്. ഓക്കെ.